എല്ലാവർക്കും നമസ്കാരം. പ്രേതം, പാരനോർമൽ ആക്ടിവിറ്റീസ്, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോ കൽപ്പറ്റയിലൊരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ടല്ലോ അല്ലേ? അവിടെ ഈ ഗോസ്റ്റ് ഹൗസ് എന്നുള്ളൊരു സംഭവം. അതേപോലെ തന്നെ നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ ഈ ഗോസ്റ്റ് ഹൗസുകളുണ്ട്. അപ്പൊ ഈ പ്രേതം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന വലിയൊരു കാര്യം തന്നെ. നമ്മൾ കുട്ടിക്കാലം മുതലേ ഈ പ്രേതത്തെക്കുറിച്ചും പ്രേത അന്വേഷണത്തെക്കുറിച്ചും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ പ്രേത അനുഭവം നമുക്കുണ്ടായത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചില കഥകൾ നമ്മുടെ ഉറക്കാൻ വേണ്ടിയിട്ട് മുതിർന്നവർ പറയുന്ന ചില കഥകളിലൊക്കെ പ്രേതം വരും, യക്ഷികൾ വരും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വെളിച്ചമില്ലാത്ത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇരുട്ടുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ദൃശ്യങ്ങൾ, ഇതൊക്കെ നമുക്കൊരു ഭയപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് എത്തിയിരുന്നു. അതിനെ നമ്മൾ പ്രേതമെന്നും യക്ഷി എന്നും ജിന്ന് എന്നും അങ്ങനെ പല പേരിൽ വിളിച്ചിരുന്നു. പക്ഷേ നമ്മൾ മുതിർന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ കാര്യങ്ങൾ കുറെ ആൾക്കാരുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അത് തുടർന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രേതം എന്നുള്ള സംഭവം, അല്ലെങ്കിൽ യക്ഷി എന്നുള്ള സംഭവം, അല്ലെങ്കിൽ അങ്ങനെ കുറെ സംഭവമില്ലേ. അപ്പോൾ ഇതിനകത്ത് വളരെ ഒരു കാര്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നില്ല എന്നതിന് അർത്ഥമൊന്നുമില്ല. നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി, നിങ്ങൾ അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ ഇലക്ട്രിസിറ്റി കാണുന്നില്ല, അപ്പോൾ നിങ്ങളതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഷുഡ് ബി ഫാക്ട്, പ്രേതം ഫാക്റ്റാണ്. പക്ഷേ മരത്തിൽ ആണിയടിക്കുന്ന പ്രേതവും അല്ലെങ്കിൽ വെള്ളം തളിച്ചു കഴിയുന്ന പ്രേതവും അല്ലെങ്കിൽ ചരട് കെട്ടിയ പ്രേതവും ഇപ്പോഴുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇതെല്ലാം മാറിപ്പോകുന്ന പ്രേതങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇതിനകത്ത് പറയുമ്പോൾ 1977 ഒരു നോവൽ വന്നാണ്, പിന്നെ മൂവി ആയിട്ടുണ്ട്, ദ അമിറ്റിബിൾ ഹൊറർ എ ട്രൂ സ്റ്റോറി. അത് യൂറോപ്പിലുള്ള ഒരു വീട്ടിലെ കുടുംബാംഗങ്ങൾക്കുണ്ടായ പ്രത്യേക അനുഭവങ്ങൾ കൊണ്ട്, അതായത് യൂറോപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിൻലാൻഡ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് വില്ലാസ് ഉണ്ട്. മാൻഷൻസ് എന്നൊക്കെ അവർ പറയാൻ പറ്റും, കോണ്ടാക്ട് മാൻഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സ്റ്റോറീസ് ചെയ്തത് ഡിസ്കവറി ചാനൽ പോലെയുള്ള ചാനലുകളാണ് സ്റ്റോറീസ് ചെയ്തത്. എന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു ചാനലാണ് ഡിസ്കവറി ചാനൽ. അപ്പോൾ അവർ വരെ ഇതിൻ്റെ സ്റ്റോറീസ് ഉണ്ട്, ആക്സൺ, ഡിസ്കവറി മുതലായ ചാനലുകാർ ഇതിൻ്റെ സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രേത ബാധയുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് തുടർച്ചയായിട്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന മലയാളം സിനിമയിലോ അല്ലെങ്കിൽ ഹിന്ദി സിനിമയിലോ കാണുന്ന പോലെയുള്ള ഒരു ഭീകരജീവി, അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ കണ്ണൊക്കെ പൊട്ടി ഒലിച്ചു പോകുന്നത് അല്ലെങ്കിൽ രക്തം വാർന്നൊലിക്കുന്ന ഒരു ജീവിയല്ല ഒരു ബോളിവുഡ് മൂവിയിലുണ്ടാകുന്നത്. കഞ്ചറിങ്ങൊക്കെ കണ്ടിട്ടുണ്ട്, അനവലൊക്കെ കണ്ടിട്ടില്ല. അപ്പൊ അതിനകത്തുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശബ്ദം അല്ലെങ്കിൽ നിഴല്. അപ്പൊ എന്ന് പറഞ്ഞാൽ പ്രേതം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, റിയലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയില്ലെങ്കിലും അതങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഗോസ്റ്റ് ഹണ്ടേഴ്സ് എന്ന് വിളിക്കുക, പ്രേതവേട്ടക്കാർ. അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ അമിറ്റിബിൾ ഹൊറർ എ ട്രൂ സ്റ്റോറി. ആ സ്റ്റോറിയിൽ ഇദ്ദേഹം, അതായത് നോവലിസ്റ്റ്, എഴുതിയത് ഒരു കഥാപാത്രത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് മനസ്സിലായി കഥാപാത്രത്തിന്റെ എക്സ്പീരിയൻസ് അല്ലായിരുന്നത്. പുള്ളി അമിതമായിട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അയാൾക്കുണ്ടായ ഒരു ഹാലൂസിനേഷൻ ആയിരുന്നു നേരം മനസ്സിലായി. അദ്ദേഹം പിന്നീട് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് പ്രസ്താവന ഇറക്കി, ഇത് അയാളുടെ ഒരു ഹാലൂസിനേഷൻ മാത്രമായിരുന്നു. പക്ഷെ ജനങ്ങൾ വിട്ടുകൊടുത്തില്ല, അവരെ ഏറ്റെടുത്തു. അത് പ്രേതം തന്നെയാണ്.
അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷെ അയാൾ ആത്മഹത്യ ചെയ്യുക. പക്ഷെ പ്രേതം ആണ് കൊന്നത് എന്നുള്ളൊരു സംഭവം തന്നെയാണ് വാർത്തയിൽ ഇടം നേടിയത്. ഇന്ത്യയിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിൽ ഏകദേശം ഒരു 10 വർഷം മുമ്പ്, ഈവൻ രാജസ്ഥാനിലുണ്ട് അങ്ങനത്തെ ഒരു ചില കോട്ടകൾ. അപ്പോൾ ഡൽഹിയിലുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗോസ്റ്റ് ഹണ്ടർ ഉണ്ട്. ഈ ഗോസ്റ്റ് ഹണ്ടർ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയാൾ ഈ പ്രേതങ്ങൾ ഇയാളോടുള്ള വൈരാഗ്യം തീർത്തതാണ് എന്നുള്ളൊരു സംഭവമായിരുന്നു വന്നത്, വാർത്തയിലൊക്കെ ആദ്യം വന്നത്. പക്ഷെ പിന്നീട് മനസ്സിലായി അയാളെ പാമ്പ് കടിയേറ്റാണ് അയാൾ മരിച്ചത് എന്നുള്ളത്. പക്ഷെ ഈ പാമ്പ് കടി എന്നുള്ള സംഭവം ജനങ്ങൾ അംഗീകരിക്കില്ല. ആ സ്ഥലത്തേക്ക് ഇതുവരെ ആൾക്കാർ അങ്ങനെ പോകാറുമില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഇഴജന്തുക്കൾ, അങ്ങനെയുള്ള വന്യമൃഗങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് രാത്രി സമയങ്ങളിലൊക്കെ ഇങ്ങനത്തെ ജീവികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആൾക്കാർ പോകാത്തത്. പക്ഷേ അതിന്റെ അഡ്രസ് ഇപ്പോഴും പ്രേതങ്ങളാണ്. നിരവധി പ്രേതവേട്ടക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇവർക്കുണ്ടാകുന്നത് വിഷാദ രോഗം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ ഈ ആത്മഹത്യ ഒന്നും ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കാറില്ല. പ്രേതങ്ങൾ തന്നെയാണ് അവരെ കൊന്നത്. ഇനി ഈ പരേത ആത്മാക്കളുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാലം മുമ്പ് തന്നെ, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പോ അല്ലെങ്കിൽ അതിനും പിന്നിലോ ഒക്കെ തന്നെ ഈ പരേത ആത്മാക്കളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവിന് മരണമില്ലല്ലോ, ആത്മാവ് ഒരിക്കലും മരിക്കില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആത്മാവ് എപ്പോഴാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറുന്നത് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കൂടുതൽ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുമ്പോൾ തന്നെ ആത്മാവിനെ അതിലേക്ക് നിക്ഷേപിക്കപ്പെടും എന്ന് ചില വിശ്വാസങ്ങൾ പറയാറുണ്ട്. ചിലർ പറയുന്നത് ഈ കുഞ്ഞ് 4 മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിൽക്കുമ്പോഴാണ് ആത്മാവിന് വരുന്നത്. അതായത് 4ാമത്തെ മാസം വരെ കുഞ്ഞിന് ആത്മാവ് ഉണ്ടാവില്ല. ഇനി ചിലർ പറയുന്നത് കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് ആത്മാവ് ഉണ്ടാകുന്നത് പറയുന്നത്. അപ്പൊ ആത്മാവിനൊരിക്കലും മരണമില്ല. ആത്മാവിന്റെ ഇരിപ്പിടം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ നിർവചനം പറയാനായിട്ട് ഇവർക്ക് പറ്റുകയുമില്ല. അതായത് ഒരു ജീവി മരിച്ചു കഴിയുമ്പോൾ ആത്മാവ്, ഊർജം എന്നൊക്കെ പറയാം, ഊർജം ലിബറേറ്റ് ചെയ്യും. അത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നിർവചിക്കാനായിട്ട് പറ്റില്ല. ഇതില് 19ാം നൂറ്റാണ്ടിലാണ്. 19ാം നൂറ്റാണ്ടിലെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സയൻസ് കമ്മ്യൂണിറ്റി ഏറ്റവും അധികം ഡെവലപ്പ് ചെയ്തത് 19ാം നൂറ്റാണ്ടിലാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന അഡ്വാൻസ്ഡ് സയൻസിന്റെ ഒരു ബേസ് എന്നൊക്കെ പറഞ്ഞ 19ാം നൂറ്റാണ്ടിൽ തന്നെയാണ്. എല്ലാ സയന്റിസ്റ്റുകളുടെയും ഒരു ഉത്ഭവം എന്നൊക്കെ പറയുന്ന ഒരു സമയം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ റിലേറ്റിവിറ്റി, ക്വാണ്ടം മെക്കാനിക്സ്, അതെല്ലാം 19-20 നൂറ്റാണ്ടിലാണ്. അപ്പോൾ ഈ സയൻസ് ഇത്രയും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയത്ത് ഈ ഒരു പാരനോർമൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം അത് ഏറ്റവും ശാസ്ത്രീയമായി നടക്കുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പാരനോർമൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ഒരു നൂറ്റാണ്ടായിരുന്നു 19ാം നൂറ്റാണ്ട്. അതായത് പ്രേതങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചും ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയത് 19ാം നൂറ്റാണ്ടായിരുന്നു. ഈവൻ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പല സയന്റിസ്റ്റുകൾക്കും ഇത്തരം ആത്മാവ് അല്ലെങ്കിൽ പാരനോർമൽ ആക്ടിവിറ്റീസിനോട് താല്പര്യമുള്ളവർ തന്നെയായിരുന്നു. ഇവൻ ഐസക് ന്യൂട്ടന്റെ കാലം മുതൽ, 19ാം നൂറ്റാണ്ടല്ല, അതിന്റെ പിന്നിൽ ഞാൻ പറയുകയാണ്, ഐസക് ന്യൂട്ടൻ മുതൽ ഇങ്ങോട്ട് സ്റ്റീഫൻ ഹോക്കിംഗ് വരെ, അല്ലെങ്കിൽ റോജർ പെൻറോസ് വരെ, ഐസൻബർഗ്, മാക്സ് ബോൺ, മാക്സ് പ്ലാങ്ക്, എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുണ്ടായിരുന്നു. ഈവൻ ദ റൈസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സിന്റെ വളർച്ചയോട് കൂട്ടി ഇതിന് കുറച്ച് എന്താ പറയുക, കുറച്ചൊരു തീവ്രത കൂടുകയും ചെയ്തിട്ടുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിന്റെ അൺസർട്ടനിറ്റി എന്നുള്ള ഒരു എന്താ പറയുക, അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് പലപ്പോഴും ഈ ആത്മാക്കളെ കുറിച്ച് അന്വേഷിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത്. മാക്സ് ബോണൊക്കെ അതിൻ്റെ ഒരു വക്താവായിരുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ ഈ മരിച്ച ആൾക്കാരുടെ ആത്മാക്കൾക്ക് ആത്മാവിന് മരണമില്ല. അങ്ങനെയാണെങ്കിൽ അത് ഭൂമിയിൽ തന്നെ നിലനിൽക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് അറിയില്ല, ആത്മാവ് ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ അതിനെ എന്തിനാണ് എതിർക്കുന്നത്?
നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി എന്താണെന്ന് അറിയില്ല, നിങ്ങൾ അതിൻ്റെ എക്സ്പീരിയൻസ് ആണ്, അത് എക്സ്പെരിമെൻറ്റും അല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റിനെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രിസിറ്റി എന്താണെന്നുണ്ടെങ്കിൽ ഇത് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയും. അപ്പോൾ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇലക്ട്രോൺസ് ഉണ്ടാകില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അർത്ഥമില്ല. അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കത് അറിയില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആർഗ്യൂ ചെയ്യേണ്ട. ആത്മാവുണ്ട്, പ്രേതമുണ്ട്. ഇനി നിങ്ങൾക്ക് ഏത് തരം ആത്മാവിനെയാണ് അറിയുന്നത്? നിങ്ങൾ അറിയുന്നത് ഹിന്ദു മിത്തോളജിയിലുള്ള ആത്മാവിനെ അറിയും, നിങ്ങൾ ക്രിസ്ത്യൻ അതിലുള്ള ആത്മാവിനെ അറിയും, ഇസ്ലാമിലുള്ള ആത്മാവിനെ അറിയും. അതിനപ്പുറം ആത്മാക്കളെ നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. അല്ലെങ്കിൽ കുറച്ചും കൂടെ ആത്മാക്കളെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. പക്ഷെ മതമില്ലാത്ത ആത്മാവോ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ, എക്സ്പെഷ്യലി ദ നോർത്തേൺ യൂറോപ്പ്, ഐ മീൻ ദ സ്കാൻഡിനേവിയൻ കൺട്രീസ്, അവിടെ മതവിശ്വാസം കുറവാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രേതവേട്ട നടക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രേത അന്വേഷകരുള്ളതും അവിടെ തന്നെയാണ്. അപ്പോൾ അതിന് മതമില്ലാത്ത ആത്മാവ് നിങ്ങൾക്ക് എങ്ങനെ അതിനെ തളയ്ക്കാൻ പറ്റും? നിങ്ങൾക്കൊരു കുരിശ് വെച്ച് തളയ്ക്കാൻ പറ്റില്ല, നിങ്ങൾക്കൊരു ആണി അടിച്ച് തളയ്ക്കാൻ പറ്റില്ല, നിങ്ങൾക്കൊരു ചരട് കെട്ടി തളയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു യൂസ് സയന്റിഫിക് മെത്തേഡ്സ്. സയന്റിഫിക് മെത്തേഡ്സ് ഉപയോഗിക്കും. ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ആ പ്രേതത്തെ തളയ്ക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ കാണിക്കുന്ന കുരിശ് അതിന് മനസ്സിലായില്ല, നിങ്ങൾ കാണിക്കുന്ന ചരട് അതിന് മനസ്സിലാകില്ല, നിങ്ങൾ കാണിക്കുന്ന ഒന്നും അതിന് മനസ്സിലാവില്ല. അപ്പോൾ അതിനാണെങ്കിൽ സയന്റിഫിക് മെത്തേഡ്സ് ഉപയോഗിക്കണം. അങ്ങനെ സയന്റിഫിക് മെത്തേഡ്സ് ഉപയോഗിക്കുന്ന ഗോസ്റ്റ് ഹണ്ടേഴ്സ് എന്നുള്ള ഗ്രൂപ്പുണ്ട് ലോകമെമ്പാടും. അത് ഏറ്റവും കൂടുതലുള്ളത് US-ലും, കാനഡ, US, ദെൻ ഈ പറയുന്ന നോർത്തേൺ യൂറോപ്പിൽ, നോർത്ത് ഈസ്റ്റ് യൂറോപ്പിലാണ് ഏറ്റവും കൂടുതൽ ഈ ഗോസ്റ്റ് ഹണ്ടേഴ്സ് ഉള്ളത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കത്ര ഒരു എന്താ പറയാ, ഒരു പരിചയമല്ലാത്തൊരു കാര്യമല്ല പ്രേതത്തിനെ കുറിച്ച്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന വ്യക്തികൾ വരെ ആത്മാവിനെ, പ്രേതത്തെ കണ്ട ആൾക്കാരുണ്ട്. നമ്മൾ റിട്ടയർഡ് ജസ്റ്റിസോ അങ്ങനെ പോലീസ് ഓഫീസർ അങ്ങനെയൊക്കെ, യെസ്. അപ്പോൾ അദ്ദേഹം ഭാര്യയുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ഭാര്യയുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അത് പ്രേതമാണല്ലോ ഭാര്യ എന്ന് പറയുമ്പോൾ. മരിച്ചു കഴിഞ്ഞ ഒരു ആത്മാവിനായിട്ട് സംസാരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും സാധിക്കില്ല, അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റീസെൻ്റ്ലി നിങ്ങളൊക്കെ യൂട്യൂബിലുമൊക്കെ കണ്ടായിരുന്നു, ഒരു ആത്മശാന്തി ശുശ്രൂഷകൻ എന്ന് പറയും, ആത്മാവിന് ശാന്തി കൊടുക്കുന്നയാൾ. അദ്ദേഹം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും 1500 പ്രേത ആത്മാക്കളെയാണ് ഒറ്റയടിക്ക് പുറത്താക്കി കളഞ്ഞത്. ആ സ്ത്രീ വളരെ വയലൻ്റായി. ഇയാൾ പറഞ്ഞത് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1500 പ്രേതാത്മാക്കളെ വഹിച്ചുകൊണ്ടായിരുന്നു ആ സ്ത്രീ നടന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1500 പ്രേതാത്മാക്കൾ ഉണ്ട്. അപ്പോൾ അതിനെയാണ് അയാൾ പുറത്താക്കിയത്. അത് പുറത്താക്കിയപ്പോൾ കൂടിയിട്ട് ആ സ്ത്രീക്ക് ഈ പ്രേത ശല്യമെല്ലാം ഒഴിവായി കിട്ടി. ദാറ്റ്സ് എ ഫാക്ട്, ഒരു ഫാക്റ്റാണ്. അപ്പോൾ പ്രേതമുണ്ട്. അത് എല്ലാവരും ആസ്വദിച്ചിരുന്നു, എല്ലാ ചാനലിലും വന്നിരുന്നു. അപ്പോൾ നമ്മൾ ആസ്വദിക്കാൻ കാരണമുണ്ട്, നല്ല റേറ്റിംഗ് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളിക്ക് ഈ പ്രേതത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ പ്രേതത്തിനെ ഒഴിവാക്കുന്നതും പ്രേതമുണ്ട് എന്ന് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ചാനൽ മാറ്റാമായിരുന്നു. നമ്മുടെ കയ്യിൽ റിമോട്ട് ഉണ്ട്, നമ്മൾ മാറ്റിയില്ല. അപ്പം നമ്മളത് കണ്ടു, ആസ്വദിച്ചു. എന്നാൽ പ്രേതമുണ്ട്. അപ്പോൾ പ്രേതത്തെ കാണാനായിട്ടും അല്ലെങ്കിൽ പ്രേതത്തെ ആസ്വദിക്കാനായിട്ടും നമുക്ക് താല്പര്യമുണ്ട്. സോ പ്രേതം എക്സിസ്റ്റ്. ഇത് ഒരു മാനസിക രോഗമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ല എന്ന് പറയാൻ എനിക്കറിയില്ല. ഒരു ലഹരിയുടെ അനുഭവമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതോ നമ്മൾ കുഞ്ഞുകാലത്ത് പഠിച്ച കഥകളുടെ സ്വാധീനമാണോ എന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെ ഉറക്കാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു തന്ന കഥകളിൽ പ്രേതം വരുന്ന കഥകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് കഥകളുണ്ടായിരുന്നു. യക്ഷി വരുന്നതും പ്രേതം വരുന്നതൊക്കെ ഒരുപാട് കഥകളുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ രാത്രിയിൽ കിടക്കുന്ന സമയത്തൊക്കെ നല്ല മഴയുള്ളപ്പോൾ, നല്ല തണുപ്പുള്ളപ്പോൾ പുതപ്പ് പുതച്ചിട്ട് ഫാനൊക്കെ ഇട്ടിട്ട് അമ്മ പറയുന്ന ആ കഥയൊക്കെ എനിക്ക് അത് കേട്ട് അല്ലെങ്കിൽ അതിങ്ങനെ ഓർത്ത് കിടക്കാനായിട്ടാണ് എനിക്കിഷ്ടം. പ്രേതം വരുന്നതൊക്കെ മൂടിപ്പൊളിച്ച് കിടക്കാനായിട്ട് അതിൻ്റെ ഒരു ഫീല് വേറെയാണ്. അപ്പോൾ പ്രേതം എന്ന് പറയുന്നത് ഇൻ മൈ ബ്രെയിൻ സ്റ്റിൽ എക്സിസ്റ്റിംഗ്. കേരളത്തിലെ പ്രേതവേട്ടക്കാരെന്ന് പറയുമ്പോൾ നമ്മളൊരു ഇന്റർനാഷണൽ പ്രേതവേട്ടക്കാരെ പോലെ അത്ര ഒരു ക്ലാസ് പ്രേതവേട്ടക്കാരൊന്നും അല്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഇതുപോലത്തെ ടെക്നോളജി ഇല്ല.
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഇപ്പോഴും ഉള്ളത് ഈ പറയുന്ന പോലത്തെ കുരിശും കൊന്തയും പിന്നെ അങ്ങനത്തെ ഒരു വെള്ളവും മറ്റു കാര്യങ്ങളും. ഇതുകൊണ്ട് ഇങ്ങനെ ആണിയൊക്കെ ഉണ്ടാവും. മാത്രമല്ല ഇവർക്ക് വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷനും ഇല്ല. പക്ഷെ സമ്പന്നരാകും കേട്ടോ, അധികം താമസിക്കാതെ ഇവർ കാശുകാരാകും. അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെങ്കിൽ, പല യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ പ്രത്യേകിച്ച് ഡോക്ടറേറ്റ് കൊടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഡോക്ടറേറ്റ് കിട്ടിയല്ലോ അല്ലേ. സൂര്യൻ ഏതോ സ്ഥലത്ത് പോയിരിക്കുന്ന സമയത്ത് ഗ്രഹനില മാറിക്കൊണ്ട് ഡോക്ടറേറ്റ് കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതേപോലെ എന്താ പറയുക, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ മെനിഞ്ചൈറ്റിസ് എന്താ പറയുക ഉരുകി ഒലിച്ചു പോകുമെന്ന് പറഞ്ഞതിന് പാലക്കാടുള്ള ഒരാൾക്കും കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറേറ്റിന് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ ഉപകരണങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഈ ഉപകരണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പ്രേതവേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവം അല്ലത്. ഇത് മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, അതായത് ഗീഗർ കൗണ്ടർ പോലെയുള്ളത് അല്ലെങ്കിൽ EMF മീറ്റർ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് മറ്റു പല കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ പ്രേതവേട്ടയ്ക്ക് ഉപയോഗിക്കുന്നത്. യൂറോപ്പിലാണെങ്കിൽ പ്രേതവേട്ടയ്ക്ക് ഇത്തരം സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മതമില്ലാത്ത പ്രേതങ്ങളാണ്. അപ്പോൾ മതമില്ലാത്ത പ്രേതങ്ങൾക്ക് സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. സോ ദ യൂസ് സയന്റിഫിക് മെത്തേഡ്സ്, സയന്റിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മതമില്ലാത്ത പ്രേതങ്ങളെ പിടിക്കാനായിട്ട് ഇത്തരം മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഗീഗർ കൗണ്ടർ, EMF ഡിറ്റക്ടർ, ദെൻ അൾട്രാവയലറ്റ് ക്യാമറ ആൻഡ് IR ക്യാമറ. ഈ IR ക്യാമറ ഉപയോഗിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, IR ക്യാമറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താപത്തെ, ചൂടിനെ ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേതത്തെ കാണാൻ പറ്റില്ല. അപ്പോൾ പ്രേതത്തിന് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. ഈ ടെമ്പറേച്ചറാണ് ഇവർ എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ അല്പം ഒരു ഫിസിക്സ് പറയാതിരിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെർമോഡൈനാമിക്സിന്റെ തേർഡ് ലോ എൻട്രോപ്പി എന്ന് പറയും. എൻട്രോപ്പി പറയുമ്പോൾ എൻട്രോപ്പി കുറയുക മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിൽ എൻട്രോപ്പി കുറയുക മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചായ, ഒരു കപ്പിൽ ചായ വെക്കുവാണെങ്കിൽ, നമ്മളൊരു ഓപ്പൺ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ചായയുടെ ചൂട് കൂടില്ല, ചൂട് കുറഞ്ഞു പോകുള്ളൂ. എൻട്രോപ്പി കുറയുക ചെയ്യും, എൻട്രോപ്പി കൂടില്ല. ഒരു മുട്ട താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും, തിരിച്ച് സംഭവിക്കില്ല, തിരിച്ച് മുട്ടയാകില്ല. അതാണ് എൻട്രോപ്പി അങ്ങനെ കുറയുക. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിൽ അത് എൻട്രോപ്പി കുറയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു പോകുന്നൊക്കെ വിചാരിച്ചാൽ മതി. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ബോഡി ഉണ്ടെങ്കിൽ ശരി, ബോഡി ഇല്ലെങ്കിൽ ശരി, ഈവൻ മാറ്റർ ഓർ എനർജി, എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എനർജി ആണെങ്കിലും ശരി, മാറ്റർ ആണെങ്കിലും ശരി, ഡിസ്പോസ്, നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് ഒരു 3 ഡയമെൻഷണൽ സ്പേസ് ആൻഡ് ടൈമിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഒരു ഗോസ്റ്റിനും ഒരു സ്പിരിറ്റിനും നിലനിൽക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാതീതം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രാ ഡയമെൻഷൻസ് പറയാം. എക്സ്ട്രാ ഡയമെൻഷൻസ് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേസിന്റെ പല തലങ്ങളുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ല ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് തലങ്ങളുണ്ട്. അത്തരം തലങ്ങളിൽ ആയിരിക്കാം ഈ പറയുന്ന പോലെ ഗോസ്റ്റ് അല്ലെങ്കിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡയമെൻഷൻ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എത്ര ഡയമെൻഷൻ അറിയാൻ പറ്റും? ഏത് ഡയമെൻഷനാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്? നമുക്ക് തുടങ്ങാം. നമുക്കൊരു 0 ഡയമെൻഷൻ പറയാൻ പറ്റും. 0 ഡയമെൻഷൻ നിങ്ങൾക്ക് അളക്കാൻ പറ്റുമോ? ദാറ്റ് ഈസ് പോയിന്റ്, ബിന്ദു എന്ന് പറയും. ദർ ഇസ് നോ ലെങ്ത്, ദർ ഇസ് നോ ബ്രെഡ്ത്ത്, ദർ ഇസ് നോ ഹൈറ്റ്. നിങ്ങൾക്കത് മെഷർ ചെയ്യാൻ പറ്റില്ല. നീളവും വീതിയും ആഴം അല്ലെങ്കിൽ ഉയരമില്ലാത്ത ഒരു സംഭവത്തെ നിങ്ങൾക്ക് അളക്കാൻ പറ്റില്ല. യു കാൺ. ദെൻ 1 ഡയമെൻഷൻ, ഒരു രേഖ എന്നൊക്കെ പറയും, ലൈൻ. 1 ഡയമെൻഷൻ, ലെങ്ത് മാത്രമുള്ളൂ. ലെങ്ത് മാത്രമുള്ള ഒരു സംഭവത്തെ നിങ്ങൾക്ക് അളക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ ക്ലാസ് റൂമിൽ വരയ്ക്കുന്ന ലൈനെ രേഖ എന്ന് പറയാൻ പറ്റില്ല. കാരണം ബ്രെഡ്ത്ത് ഇല്ലാതെ, വീതി ഇല്ലാതെ, നിങ്ങൾക്കത് തിക്നെസ് ഇല്ലാതെ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. അപ്പൊ 1 ഡയമെൻഷൻ നിങ്ങൾ അളക്കാൻ പറ്റില്ല.
യു ക്യാൻ സീ ഓൺലി ഒറ്റ ഡയമെൻഷൻ മാത്രമേ നിങ്ങൾ കാണാൻ പറ്റുള്ളൂ. 2 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ. അതായത് ടെലിവിഷന്റെ സ്ക്രീന്, സിനിമ, 2 ഡയമെൻഷൻ മാത്രമേ നിങ്ങൾ കാണാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ കബളിപ്പിക്കരുത്. അത് 3 ഡയമെൻഷൻ ആണെന്ന് പറയുന്നത്. നിങ്ങൾ എന്നെ കാണുന്നത് നിങ്ങൾ 2 ഡയമെൻഷനിലേ കാണുന്നുള്ളൂ. നിങ്ങൾ 3 ഡയമെൻഷൻ ആണെന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ പറ്റിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് 3 ഡയമെൻഷൻ അനുഭവിക്കുന്നത്? ഫോർ മീ, എനിക്ക് 3 ഡയമെൻഷൻ ആണ്. നിങ്ങൾക്കെല്ലാം 3 ഡയമെൻഷൻ ആണ് കാണുന്നത്. നിങ്ങൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? ഞാനൊരു മാർഷ്യനാണെന്ന് വിചാരിക്കുക, മാർഷ്യൻ എന്ന് പറയുന്ന ഒരാളെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് എന്നെ കാണുന്നത്, ഞാൻ എങ്ങനെ നിൽക്കുന്നു, എനിക്ക് നിങ്ങൾ 2 ഡയമെൻഷനെ കാണുന്നു, എനിക്കിങ്ങനെ 3 ഡയമെൻഷൻ ഉണ്ടെന്ന് നിങ്ങൾ അനുമാനിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഇല്ല, കാരണം ഞാനിപ്പോൾ ഹ്യൂമൻ ബീങ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ മാർഷ്യനാണ്, മാർഷ്യൻ എന്ന് വന്നയാളാണ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ എനിക്ക് 3 ഡയമെൻഷൻ എന്ന് മനസ്സിലാക്കുക? റൗണ്ട് അബൌട്ട് അല്ലേ, എന്നെ ചുറ്റി നോക്കണം. That means you take time എടുക്കുന്നു. ദാറ്റ് ഈസ് യുവർ 4th ഡയമെൻഷൻ. കാലം, സമയം എന്ന് പറഞ്ഞ് നിങ്ങൾ 4ാമത്തെ ഡയമെൻഷൻ ആകുന്നത് അങ്ങനെയാണ്. യു ടേക്ക് ടൈം. അങ്ങനെയാണെങ്കിൽ കാലം എന്ന് പറഞ്ഞ ഡയമെൻഷനിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് 3ാമത്തെ ഡയമെൻഷൻ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ പറയാം, 3ാമത്തെ ഡയമെൻഷൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2ാമത്തെ ഡയമെൻഷൻ കാണാൻ പറ്റും. 4ാമത്തെ ഡയമെൻഷൻ ടൈം നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3ാമത്തെ ഡയമെൻഷൻ അനുഭവിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ദ 5th ഡയമെൻഷൻ, ടെസറാക്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ടെസറാക്റ്റിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? കാലത്തെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മൈ പാസ്റ്റ്, മൈ പ്രസന്റ്, മൈ ഫ്യൂച്ചർ. സ്ഥലകാലങ്ങൾക്ക് അതീതനായിരിക്കും. ഇന്റർസ്റ്റെല്ലാർ മൂവി കണ്ടിട്ടുണ്ട്? ഇന്റർസ്റ്റെല്ലാർ. അപ്പോ എന്റെ മുത്തശ്ശനെ കാണാൻ പറ്റും, പിന്നെ എൻ്റെ മക്കളുടെ മക്കളൊക്കെ നിങ്ങൾ കാണാൻ പറ്റും, അവരോട് സംസാരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അവരത് ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രയത്നത്തിലേക്ക് വരാം, അതിന് ചെറിയ പ്രശ്നം വരും. അതിനകത്തൊരു EPR പാരഡോക്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഐൻസ്റ്റീൻ പൊഴോക്കിയ റോസൻ ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു പ്രശ്നം വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. അതൊരു പാരഡോക്സ് ആണ്, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഒരു, അതായത് ടെസറാക്ട് പോലെയുള്ള സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5th ഡയമെൻഷൻ നിങ്ങൾ പോയി കഴിഞ്ഞു. ഒക്കെ നിങ്ങൾക്ക് യു ക്യാൻ ട്രാവൽ ഫാസ്റ്റർ ദാൻ ലൈറ്റ്. നിങ്ങൾക്ക് ലൈറ്റിനേക്കാൾ വേറെ സഞ്ചരിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തിലേക്കാണ്. ഭൂതകാലത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പഴയ ആൾക്കാർ, ജവഹർലാൽ നെഹ്റുവിനെ, മുഹമ്മദ് നബി, യേശു ക്രിസ്തു, അങ്ങനെയുള്ള കുറേ ആൾക്കാരെ കാണാൻ പറ്റും. അങ്ങനെ പോയി എവിടം വരെ എത്താം. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കത് പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മുത്തശ്ശനെ നിങ്ങൾ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നിങ്ങളൊരു ഗണ്ണുണ്ടെന്ന് വിചാരിക്കും. ആ ഗണ്ണെടുത്ത് നിങ്ങൾ മുത്തശ്ശനെ ഷൂട്ട് ചെയ്തു, അയാൾ മരിച്ചുപോയി. പിന്നെ നിങ്ങൾ എങ്ങനെ ജനിക്കും? അതായത് നിങ്ങൾ മുത്തശ്ശനെ ഫയർ ചെയ്തു, മുത്തശ്ശൻ കൊല്ലപ്പെട്ടു, അങ്ങനെയാണ് നിങ്ങൾക്ക് ജനിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് എ പാരഡോക്സ്. അപ്പൊ അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ പറഞ്ഞത് നത്തിങ് ക്യാൻ ട്രാവൽ ഫാസ്റ്റർ ദാൻ ലൈറ്റ്. പക്ഷെ അവിടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ലൈറ്റിനേക്കാളും കൂടുതൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിടത്തോളം 13.8 അല്ല കേട്ടോ, മനസ്സിലാക്കിയത് 27.6. യൂണിവേഴ്സ് ഇസ് എക്സ്പാൻഡഡ് 27.6. കാരണം 13.8നേക്കാളും പ്രായമുള്ള ഗാലക്സി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ നേരെ ഇരട്ടിയാണെന്നാണ് പറയുന്നത്. കാരണം അത് മാറിക്കൊണ്ടിരിക്കും, സയൻസ് അങ്ങനെയാണ്. പക്ഷേ യൂണിവേഴ്സിന്റെ ഒരു ഡയാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 94 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ്. 9400 കോടി പ്രകാശ വർഷം ഡയമീറ്റർ ഉണ്ട്. ഇത്രയും ഡയമീറ്റർ എങ്ങനെയാണ് യൂണിവേഴ്സിന് ഉണ്ടാകുക? കാരണം എന്തുണ്ടെങ്കിൽ നത്തിങ് ക്യാൻ ട്രാവൽ ഫാസ്റ്റർ ദാൻ ലൈറ്റ് ആണെങ്കിൽ അതിന്റെ സെന്ററാണ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയമീറ്റർ ആണെങ്കിൽ 13.8 നേരെ ഇരട്ടിയായ പോലെ അല്ലല്ലോ.
94 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അല്ലേ ഉണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാകുന്നു? അപ്പോൾ എന്താണെങ്കിൽ സംതിങ് ഈസ് ഫാസ്റ്റർ ദാൻ ലൈറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഫാസ്റ്റർ ദാൻ ലൈറ്റ് ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ പ്രയത്നത്തിലേക്ക് വീണ്ടും വരും. പിന്നെ ഐൻസ്റ്റൈൻ്റെ ഫോർമുലേഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ ദർ ഇസ് 2 ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുക. 2 തരത്തിലുള്ള പാർട്ടിക്കിൾസിനെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പാർട്ടിക്കിൾ വിത്ത് ടൈം ലൈക്ക് മൊമെൻറ്റം ആൻഡ് എ പാർട്ടിക്കിൾ വിത്ത് സ്പേസ് ലൈക്ക് മൊമെൻറ്റം എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പാർട്ടിക്കിൾ വിത്ത് ടൈം ലൈക്ക് മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസീവ് പാർട്ടിക്കിൾസ് ഓർ ഹാർഡോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി, ലൈറ്റിൻ്റെ വെലോസിറ്റി മുകളിൽ എത്താൻ പറ്റില്ല. പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും അത് എനർജിയായി മാറും. പറ്റില്ല. നമ്മൾ ഹാർഡോൺ കൊളേറിലൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്, ലൈറ്റിന് വെലോസിറ്റി തൊട്ട് താഴെ ചെയ്യുന്നത്. എ പാർട്ടിക്കിൾ വിത്ത് സ്പേസ് ലൈക്ക് ഫോർ മൊമെൻറ്റം. അപ്പോൾ സ്പേസ് ലൈക്ക് ഫോർ മൊമെൻറ്റം ഉള്ള ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് എബോവ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ വെലോസിറ്റിയുടെ മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ ലൈറ്റിന്റെ വെലോസിറ്റി ഇത് മറികടക്കേണ്ട കാര്യമില്ല. കാരണം ഇത് സ്റ്റാർട്ട്സ് ഫ്രം ദ എബോവ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ വെലോസിറ്റിയുടെ മുകളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടാക്കിയോൺസ് എന്നൊക്കെ പറയാൻ പറ്റും. അതിനെക്കുറിച്ച് നമ്മുടെ താണുപത്മനാഭൻ സാറും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഗവേഷണം നടത്തിയിരുന്നു. ഇനിയിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്പേസിന് ഇത്രമാത്രം എക്സ്പാൻഷൻ ഉണ്ടാകണമെങ്കിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നത്. വി ഡോണ്ട് നോ. സോ ഗോസ്റ്റ് എക്സിസ്റ്റ്. ഇപ്പൊ ഗോസ്റ്റിന് ഈ ഡയമെൻഷൻസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിലനിൽക്കാനായിട്ട് നിങ്ങൾ പറയുന്ന ഈ 3 ഡയമെൻഷനോ 4 ഡയമെൻഷനോ ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം there are 27 dimensions in space and 3 dimensions in time. ഇപ്പോഴത്തെ മിഷിയോ കാക്കു ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. ഹൈപ്പർ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 27 ഡയമെൻഷൻസ് സ്പേസിലുണ്ട്. നമ്മൾ കാണുന്ന 3 ഡയമെൻഷൻ അല്ല, നീളവും വീതി ആഴം മാത്രമല്ല, 27 ഡയമെൻഷൻസ് സ്പേസിലുണ്ട്, 3 ഡയമെൻഷൻസ് സമയത്തിനുണ്ട്. എന്ന് പറഞ്ഞാൽ ഫോർവേഡ്, ബാക്ക്വേഡ് ആൻഡ് അപ്വേഡ് ഡയമെൻഷൻസ് ടൈമിനും ഉണ്ട് എന്നുള്ളതാണ് ഈ സ്ട്രിങ് തിയറിസ്റ്റുകളൊക്കെ പറയുന്നത്. പക്ഷേ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ജീവിക്കുന്നത് ഒരു 2 ഡയമെൻഷൻ സ്പേസ് ആൻഡ് ടൈമിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട്. ഐ റിപ്പീറ്റ്, നിങ്ങൾ 2 ഡയമെൻഷൻ സ്പേസ് ആൻഡ് ടൈമിൽ ഒട്ടിച്ചിരിക്കുകയാണ്. ഒരു A4 ഷീറ്റിൽ വെക്കുക, A4 ഷീറ്റിൽ ഒരു ഉറുമ്പിനെ വെക്കുക. ഉറുമ്പിന് അതിന്റെ നീളം അറിയില്ല, വീതി അറിയില്ല, അത് സഞ്ചരിക്കുന്ന വഴി പോലെ തന്നെ അറിയില്ല. പക്ഷെ നമുക്കറിയാം അത് ഇത്ര മാത്രമുള്ള നീളം, ഇത്ര മാത്രം വീതിയുള്ളൂ. ഇതേ അവസ്ഥയാണ് യൂണിവേഴ്സിലുള്ള എല്ലാ ജീവികൾക്കും ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഒരു 2 ഡയമെൻഷൻ സ്പേസ് ആൻഡ് ടൈമാണ്. 3 ഡയമെൻഷൻ അല്ല, 2 ഡയമെൻഷനാണ്. അപ്പൊ 2 ഡയമെൻഷൻ സ്പേസ് ആൻഡ് ടൈമിൽ വെച്ചിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതിന്റെ ഒരു കണക്ക് കൂടുന്നത്. 2 ഡയമെൻഷൻ തന്നെ ചെയ്യും, 3 ഡയമെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ 2 ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ഉള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. 2 ഡയമെൻഷൻ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൈക്രോ യൂണിവേഴ്സിൽ വരുമ്പോഴേക്കും ടൈം എന്ന് പറഞ്ഞ സംഭവമില്ല, കാലമില്ല. എന്തുകൊണ്ടെങ്കിൽ ഒരു ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ പറയുമ്പോൾ സമയം എന്ന് പറയുന്ന ഒരു മെഷർമെന്റ്സ് ഇല്ല. ഇപ്പോ നിങ്ങൾക്കിപ്പോൾ കാണുമല്ലോ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചെയ്യുമ്പോൾ ഓരോരോ ബ്ലോക്കുകളായിട്ടല്ല ചെയ്തേക്കുന്നത്. ഈ നമ്മൾ മൊസൈക്ക് ഇട്ടേക്കുന്നത് ഓരോ പീസായിട്ട്. ഇത് നിങ്ങളവിടെ അടുത്തിരിക്കുന്നുണ്ടല്ലേ ഇതെങ്ങനെ കാണുന്നത്. പക്ഷെ നിങ്ങൾ കുറെ ഉയരത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ, ഇത് ഒരു കണ്ടിന്യൂ ആയി തുടർച്ചയായിട്ടാണ് കാണുന്നത്. അല്ലാതെ ഒരു പീസായിട്ട് നിങ്ങൾ കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറെ ദൂരം നിന്ന് നോക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നത്. നിങ്ങൾ അടുത്തിരുന്ന് നോക്കുമ്പോൾ ഓരോരോ പീസാണ്. അങ്ങനെ വരുമ്പോൾ അതിനൊരു അളവുണ്ടാവും. ഈ അളവിനെ നമ്മൾ ഏറ്റവും കുറഞ്ഞ അളവിനെ ക്വാണ്ടം എന്നാണ് പറയുന്നത്. ക്വാണ്ടം, ഈ ക്വാണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ചെറുതാകാനായിട്ടൊന്നും പറ്റില്ല. 10⁻⁻35 മീറ്റർ, അതാണ് ക്വാണ്ടത്തിന്റെ അളവ്. അതിനേക്കാളും ചെറുതാകാനായിട്ടൊന്നും പറ്റില്ല. അങ്ങനെ അതിനേക്കാളും ചെറുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് സയൻസ്, ദാറ്റ് ഇസ് നോട്ട് ഫിസിക്സ്. ഫിസിക്സ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ബിഗ് ബാങ് പറയുന്നത് എന്താ? സിംഗുലാരിറ്റി. സിംഗുലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലം അവിടെ പറയുന്നുണ്ട് 10⁻⁻43 സെക്കൻഡ്. അപ്പോൾ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീളമില്ല, വീതിയില്ല, ആഴമില്ല, പോയിന്റ് ഓഫ് സിംഗുലാരിറ്റി എന്നാ പറയുക. പക്ഷേ ഒരു ഒബ്ജക്റ്റ് അവിടെ കാണില്ല.
ക്വാണ്ടം മെക്കാനിക്സ് അംഗീകരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ദർ ഈസ് നോ ബിഗ് ബാങ് ഹാപ്പൻ. ബിഗ് ബാങ് സംഭവിച്ചിട്ടുണ്ടാവില്ല. സോ ദർ ഇസ് നോ ക്രിയേറ്റർ. ബിഗ് ബാങ് സംഭവിച്ചില്ലെങ്കിൽ അതിനൊരു സംഭവിപ്പിക്കാൻ ഒരാളെ ആവശ്യമില്ല. സോ ദർ ഇസ് നോ ഗോസ്റ്റ്, ദർ ഇസ് നോ ക്രിയേറ്റർ. പക്ഷെ ഇതിനകത്ത് വലിയൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു ടൂറിസത്തിൻ്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അഡ്വഞ്ചർ ടൂറിസം അല്ലെങ്കിൽ ഡിസാസ്റ്റർ ടൂറിസം ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു ദുരന്തമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്, അങ്ങനത്തെ ഒരു ടൂറിസം പോലത്തെ ഒരു സംഭവമാണ് ഈ പറയുന്ന പോലെ ഗോസ്റ്റ് ഹണ്ടിങ്. ഇപ്പോൾ ഡ്രാക്കുളയുടെ അവർ റൊമാനിയയിലൊക്കെ ചെയ്യുന്ന ഡ്രാക്കുളയുടെ കോട്ട എന്നൊക്കെ പറയുന്നില്ല, അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പോകുന്നത്. അതേപോലെ തന്നെ ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ, ഇറ്റലിയിൽ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നത്. ദെൻ ഗോസ്റ്റ് ഹണ്ടേഴ്സ് അവരുടെ കൂടെ ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയ, അതായത് ഗീഗർ കൗണ്ടർ, EMF ഡിറ്റക്ടർ, അൾട്രാ വയലറ്റ് ക്യാമറ, IR ക്യാമറ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ പോകുന്നത്. ഇതിൻ്റെ ഉപയോഗം നിന്നല്ല കേട്ടോ, ഈ EMF ഡിറ്റക്ടറിൻ്റെ ഉപയോഗം വേറെയാണ്. പക്ഷെ എന്നാൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവർ ചെയ്യുന്നത്, ഇത്രയും ഒരുപാട് ആൾക്കാർ വരുമ്പോൾ ഇവരങ്ങനെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ കൂടെ നടന്നിട്ട് ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശബ്ദങ്ങൾ കേൾക്കും, ആ ശബ്ദത്തിനെ ഇവർ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചില ഇമേജസ് ഇവരത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, അത് ഇവർക്ക് എന്താ പറയുക പരസ്യപ്പെടുത്താറുണ്ട്. അത് വലിയൊരു ടൂറിസമാണ് സംഭവം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺട്രിക്ക് അവർ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് തന്നെയാണ് ഈ പറയുന്ന ഗോസ്റ്റ് ഹണ്ടിങ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. പിന്നെ പക്ഷേ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് തെർമോഡൈനാമിക്സിൻ്റെ ഒരു ലോ അനുസരിച്ചാണെങ്കിലും ഈ ഗോസ്റ്റ് നിലനിർത്താനായിട്ട് നമുക്ക് പറ്റില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഗോസ്റ്റ് ആണെങ്കിലും ശരി, നമ്മൾ ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് നമ്മൾ പറയുന്ന ഇവിടെ നിൽക്കുന്ന ഉള്ള ഒരു ഏത് ജീവിക്കാണെങ്കിലും ശരി, ഇത്ര ഡയമെൻഷൻസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ അല്ലെങ്കിൽ മിഷിയോക്കാക്ക് പറഞ്ഞ പോലെ ഒരു ഹൈപ്പർ ഡയമെൻഷൻ യൂണിവേഴ്സ് എന്ന് പറയും, മൾട്ടിവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഹൈപ്പർ ഡയമെൻഷൻ യൂണിവേഴ്സ് എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഒരു ജീവിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷെ അതിനകത്ത് മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എനർജി ലെവലിന്റെ പ്രശ്നമാണ്. അത്തരം ഒരു എനർജി ലെവൽ വ്യത്യാസമുള്ള ഒരു യൂണിവേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ യൂണിവേഴ്സ് ഉണ്ടാകും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു M തിയറി ഒക്കെ പറഞ്ഞെങ്ങനെയാണ്, M തിയറി പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഷുഡ് ബി 10⁻⁰ ടൈപ്സ് ഓഫ് മൾട്ടിവേഴ്സസ് ആർ ഹിയർ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻1000 ടൈപ്പ്, 1000 എണ്ണമല്ല, ഇത്തരം ടൈപ്സ് മൾട്ടിവേഴ്സസ് ഉണ്ടാകും, തൊട്ടടുത്ത് തന്നെ ഉണ്ടാകും. പക്ഷേ എനർജി ബാരിക്കേഡ്സ് കൊണ്ട് തീർത്തിരിക്കുന്നതായാൽ അല്ലെങ്കിൽ മറച്ചു വെച്ചിരിക്കുന്നതായാൽ നിങ്ങൾക്ക് അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ ഇവിടെയും ഫിസിക്സിന് ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്നില്ല, സൂപ്പർ സിമെട്രി ആണ്, അതിസമമിതി എന്നൊക്കെ പറയും. നമുക്ക് അതിനകത്ത് താല്പര്യമൊന്നുമില്ല എങ്കിൽ പോലും വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എ ബ്ലാക്ക് ഹോൾ? ഒരു ബ്ലാക്ക് ഹോൾ എന്താ സംഭവിക്കുന്നത്? എല്ലാ സംഭവങ്ങളെയും അത് വിഴുങ്ങുകയാണ്, ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങോട്ട്? എനർജി നെയ്തർ ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജീനെ ഓർ മാറ്ററിനെ എനർജീനെയും ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ഹോളിലേക്ക് വീഴുന്ന എനർജിയും മാറ്ററിനും എന്ത് സംഭവിക്കും? മേ ബി ഷുഡ് ബി പമ്പ് ടു അനദർ യൂണിവേഴ്സ്. മറ്റൊരു യൂണിവേഴ്സിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ടാകാം. അതിനെ നമുക്ക് ഒരു വൈറ്റ് ഹോൾ എന്ന് വിളിക്കാൻ പറ്റുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു സിമുലേഷൻ ആയിക്കൂടെ? ഒറിജിനൽ ആകണമെന്നുണ്ട്. വേറെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിൽ നിന്ന് പമ്പ് ചെയ്തൊരു സിമുലേഷൻ ആയിക്കൂടെ? മീ, യു, മേ ബി ഗോസ്റ്റ്. ഞാൻ റിയലാന്ന് എനിക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഹോളിലേക്ക് വീഴുന്ന മാറ്ററും എനർജിക്കും എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാനായിട്ട് ഫിസിക്സിന് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റൊരു യൂണിവേഴ്സിൽ നിന്ന് പമ്പ് ചെയ്ത സിമുലേഷൻസ് ആയിക്കൂടെ? അല്ലെങ്കിൽ എൻ്റെ ഒരു കോപ്പി അവിടെ ഉണ്ടായിക്കൂടെ? നിങ്ങളൊക്കെ കോപ്പി അവിടെ ഉണ്ടായിക്കൂടെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഗോസ്റ്റ് ഹണ്ടേഴ്സ് ഉപയോഗിക്കും. കാരണം നമുക്കൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു എവിഡൻസ് അതിനില്ല. അപ്പൊ സയൻസ് എന്ത് പറയും? വീടുണ്ട്, നമുക്കറിയില്ല, സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ബ്ലാക്ക് ഹോളിന്റെ ഇമേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയെന്നാണ് അടുത്തത്. പക്ഷെ ബ്ലാക്ക് ഹോളിന്റെ ഇമേജ് അല്ല ചെയ്തത്. ബ്ലാക്ക് ഹോളിന്റെ തൊട്ടടുത്തുള്ള ഒരു പരിസരത്തിന്റെ ഇമേജ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലാക്ക് ഹോളിന്റെ ഇമേജ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. അത് ബ്ലാക്ക് ഹോൾ ആണെന്ന് നമുക്ക് ഉറപ്പില്ല. ബ്ലാക്ക് ഹോളിന്റെ വക്താവായ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് ഏറ്റവും നല്ല തിയറി എഴുതിയ
സ്റ്റീഫൻ ഹോക്കിംഗ് പോലും ബ്ലാക്ക് ഹോളിനെ തള്ളി പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ഹോൾ ആണെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഒരു വലിയ പ്രപഞ്ചത്തിൽ നമ്മൾക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ആ കാര്യങ്ങളെ വെച്ചിട്ട് തന്നെയാണ് ഈ ഗോസ്റ്റ് ഹണ്ടേഴ്സ് അത് ബിസിനസ് ആക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സ്വാധീനിക്കാനായിട്ട് ഈ കാര്യങ്ങൾക്ക് കഴിയും. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് ഇത്തരം ഒരു 3 ഡയമെൻഷണൽ സ്പേസ് ആൻഡ് ടൈമിലായതുകൊണ്ട് തെർമോഡൈനാമിക്സിന്റെ ലോ അനുസരിച്ച് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലോകത്തില് ഗോസ്റ്റിനെയോ ഹോളി സ്പിരിറ്റിനെയോ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും നമുക്കിവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. കാരണം അവര് മരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ക്രിയേറ്ററും ഈ യൂണിവേഴ്സിന് വേണ്ട, ഒരു ഡിസ്ട്രോയറും ഈ യൂണിവേഴ്സിന് വേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗോസ്റ്റിനെ സങ്കല്പിക്കാം, നമുക്കൊരു ക്രിയേറ്ററിനെയും സങ്കല്പിക്കാം. നമ്മുടെ സങ്കല്പത ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അല്ലെങ്കിൽ തെർമോഡൈനാമിക്സിൻ്റെ എൻട്രോപ്പി ലോ അനുസരിച്ചിട്ടാണെങ്കിൽ എൻട്രോപ്പി കുറഞ്ഞു വരികയാണ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇങ്ങനെയുള്ള ആത്മാക്കൾക്കും പരേതാത്മാക്കൾക്കും ടെമ്പറേച്ചർ അളക്കാനായിട്ടോ അല്ലെങ്കിൽ അൾട്രാവയലറ്റ് ക്യാമറ കൊണ്ട് അളക്കാനായിട്ടോ ഒന്നും പറ്റില്ല. പക്ഷേ ഇതൊരു നല്ല ബിസിനസ്സാണ്. ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അതിനകത്തുണ്ട്. അവരത് വൃത്തിയായി ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല യൂറോപ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ മതമില്ലാത്ത ആത്മാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഒരുപാട് ചാനലുകളും ഒക്കെ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിവേസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന എങ്ങനെയാണ്, ദർ ഇസ് നോ ക്രിയേറ്റർ, ദർ ഇസ് നോ ഡിസ്ട്രോയർ. താങ്ക് യു.